Hello everyone, welcome to Disha Academy. നമ്മുടെ എസ് ബി ഐയുടെ ഒരു പുതിയ അപ്ഡേറ്റ് റിലേറ്റഡ് ടു വേക്കൻസീസ് നമ്മുടെ എസ് ബി ഐ ക്ലർക്ക് എസ് ബി ഐ പി ഒ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസിന്റെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം നമുക്ക് ഇപ്പൊ കുറേ നാളത്തെ നമ്മുടെ വേക്കൻസീസ് അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വേക്കൻസീസ് വരാൻ പോകുന്നത് 2025 18,000 പ്ലസ് വേക്കൻസീസ് ആണ്. 18,000 ഓഫീസേഴ്സിനെയാണ് എസ് ബി ഐ ഈ ഒരു പ്രാവശ്യം ഹയർ ചെയ്യുന്നത്. ബോത്ത് ക്ലറിക്കൽ പോസ്റ്റിലേക്കും പി ഒ പോസ്റ്റുകളിലേക്കും ആയിട്ട് 18,000 പ്ലസ് കാൻഡിഡേറ്റ്സിനെയാണ് ഇപ്രാവശ്യം എസ് ബി ഐ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. കാര്യം ഈ ഒരു മന്തിലൊക്കെ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. IBPS എക്സാംസ് ഉണ്ട്, നമ്മുടെ ഗ്രാമീൺ ബാങ്കിന്റെ ഒക്കെ എക്സാംസ് ഉണ്ട്, അതുപോലെ അതിന്റെ തന്നെ ക്ലറിക്കൽ പോസ്റ്റുകൾ, പി ഒ പോസ്റ്റുകൾ, അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് എസ് ബി ഐ എക്സാമിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല വേക്കൻസീസ് ആണ് കാണിക്കുന്നത്. അത് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ഈ വർഷം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഏറ്റവും ബെസ്റ്റ് ടൈമിൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എല്ലാ ബാങ്ക് എക്സാംസും അറ്റൻഡ് ചെയ്യുക, എല്ലാ എക്സാമും പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. കാര്യം ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് ആണ് എസ് ബി ഐയുടെ. അതായത് നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡീക്കേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റിക്രൂട്ട്മെന്റ് അത് പറയുന്നുണ്ട്. എസ് ബി ഐ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾക്ക് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് വരുന്ന ഒരു ടൈമാണിത്. 18,000 ഓഫീസേഴ്സ് പോസ്റ്റുകളെയാണ് 18,000 ഓഫീസേഴ്സ് പോസ്റ്റുകളെയാണ് നമ്മൾ ഇപ്രാവശ്യം ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ രണ്ട് കാറ്റഗറീസ് നമുക്ക് പറയാം. ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്. 13,500 മുതൽ 14,000 പേരെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 13,500 മുതൽ കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ വന്നിട്ടില്ല, 14,000 വരെ നമുക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്കായിരിക്കും സെലക്ഷൻ വരുന്നത്. 18,000 ഓഫീസേഴ്സിൽ 14,000 പ്ലസ് ക്ലറിക്കൽ സ്റ്റാഫിലേക്കും, അതുപോലെ തന്നെ 3,000. ഓക്കെ, ആ ഡേറ്റ നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുവാണ്. 3,000 3000 പേര് നമ്മൾ പ്രൊഫഷണറി ഓഫീസേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ ഓഫീസേഴ്സ് പോസ്റ്റിലേക്കാണ് സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം 600 സംതിങ് ആയിരുന്നു പിഒയുടെ വേക്കൻസി. അപ്പൊ എന്നിട്ട് തന്നെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റിയ റാങ്ക് മേക്ക് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 3,000 വേക്കൻസി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കണം. ഏറ്റവും ബെസ്റ്റ് ഒരു അവസരമായിട്ട് എടുക്കണം. എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും, അതായത് ഇപ്പൊ ഡിഗ്രി പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിനാണ് എനിക്ക് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് ടൈം ആവുന്നത്. കാരണം ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബിൽ കയറാനുള്ള അവസരങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നല്ല, വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിടക്കുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് 80,000 പ്ലസ് സാലറി ഒക്കെ ഉള്ള നമ്മുടെ പി ഒ പോസ്റ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ സെറ്റ് ആണ്, ലൈഫ് സെറ്റ് ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിനക്ക് നല്ല വൃത്തിക്ക് പഠിക്കാം കേട്ടോ, ഒരു ഉളപ്പും ഇല്ലാണ്ട് പഠിക്കാം. ഇനി എക്സാം ഡേറ്റുകളും കൂടെ ഞാൻ പറയാം. വേക്കൻസീസ് ഉണ്ട്, സമയമുണ്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട. എത്ര സമയമുണ്ട്, പഠിക്കാനുള്ള ടൈം ഉണ്ട് എന്ന് പറഞ്ഞാൽ 2025 എക്സാം ആണ്. ഓക്കെ, 2025 എക്സാം ആണ്. നമ്മൾ ഏകദേശം നമ്മുടെ എസ് ബി പിയോട് ഇതിന്റെ പ്രിലിംസ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് 16th ഓഗസ്റ്റ് ആണ്. ഒരു ഡേറ്റ തന്നിരിക്കുന്നത്, അവരുടെ ഡേറ്റ് തന്നിരിക്കുന്നത് 16th ഓഗസ്റ്റ് ആണ്. അത് മോസ്റ്റ്ലി ആ ഡേറ്റിൽ തന്നെ നമുക്ക് ആ എക്സാം എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ മെയിൻസ് എക്സാം വരുമ്പോഴത്തേക്കും ഈ വർഷം ലാസ്റ്റ് 12th ഒക്ടോബറിനാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത്. അപ്പം പ്രിലിംസ് 16th ഓഗസ്റ്റ് ആയിരിക്കും, അതുപോലെ മെയിൻസ് 12th ഒക്ടോബർ ആയിരിക്കും. അപ്പൊ പി ഒ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട് ചെയ്യാ, ഓഗസ്റ്റില് എക്സാം ഉണ്ട്. ഇപ്പൊ മെയ് ആയിട്ടേ ഉള്ളൂ. മെയ്, ജൂൺ, ജൂലൈ 3 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കുറേ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കണം, മെയിൻസിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കണം. ആ ഒരു അപ്രോച്ച് ഉണ്ട്. പ്രിലിംസ് കിട്ടാതെ മെയിൻസ് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. മെയിൻസിന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടവരുണ്ട്. ആരാണ്? ഒരു വർഷമൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പ്രിലിംസ് ഒക്കെ എപ്പോഴും കിട്ടാറുണ്ട്. അങ്ങനെയുള്ളവരാണ് മെയിൻസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഒരു പ്രിലിംസ് എക്സാം വരുമ്പോഴും മെയിൻസ് ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുട്ടികളാണ്. അതായത് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ തന്നെ പഠിക്കാം. പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഇനി എന്തുണ്ട്, RRBയുടെ എക്സാം വരുന്നുണ്ട്. അപ്പം അതിന്റെ പ്രിലിംസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ആ പ്രിലിംസ് എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് എക്സാം, എങ്ങനെയാണ്. പിന്നെ ഒരു IBPS എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രിലിംസ് അത് ക്ലിയർ ചെയ്യാൻ പറ്റണം. അടുത്ത ഒരു SBI പിഒയുടെ എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾ മെയിൻസിനെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ അതിന്റെ രണ്ട് സ്റ്റേജസ് ഉണ്ട് നമുക്ക്. അല്ലാതെ ആദ്യമേ കയറി നമ്മുടെ കോൺഫിഡൻസ് കളയുകയല്ല ചെയ്യേണ്ടത്. പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പ്രിലിംസ് കിട്ടാനുള്ള, പ്രിലിംസിന്റെ ആ ഒരു റേഞ്ച് ഓഫ്
മാർക്സ് കിട്ടാനുള്ളത് പഠിച്ചതിന് ശേഷം തന്നെയാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറെ പേർക്ക് അതിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ നെക്സ്റ്റ് ഒരു സെക്ഷനിൽ ചെയ്യാം. ഇപ്പൊ നമുക്ക് വേക്കൻസി അപ്ഡേറ്റ്സും നമ്മുടെ എക്സാം ഡേറ്റ് അപ്ഡേറ്റ്സും ആണ്. അതുപോലെ തന്നെ SBI ക്ലർക്കിന്റെ എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ. SBI ക്ലർക്കിൽ എക്സാം വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി അവിടെയാണല്ലോ വരുന്നത്. 14,000+ വേക്കൻസീസ് വരുന്നതാണല്ലോ. അതെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ഈ വർഷം കയറാൻ പറ്റും. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, ഇന്ന് പഠിച്ചു തുടങ്ങുന്നവർക്ക് നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്, അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊട്ടാരക്കര, കൊല്ലം ബ്രാഞ്ചുകളിൽ May 27 നമ്മൾ ബാച്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് അവസരമാണ്. May 27 മുതൽ ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്തുള്ള ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 months കൊണ്ട് എന്ത് നേടാം എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. റിസൾട്ട് നമുക്ക് നോക്കാം. പക്ഷേ പ്രിപ്പയർ ചെയ്യണം, പഠിക്കാണ്ട് ഒന്നും നടക്കില്ല. നിങ്ങളും പഠിക്കാൻ റെഡിയാണ്. നിങ്ങളും എക്സാം ഫോക്കസ് ചെയ്ത് ഈ ഒരു ടൈം ഫുള്ളി സ്പെൻഡ് ചെയ്യാൻ ടൈം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ഒരു കരിയർ നല്ലൊരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും നമ്മുടെ ഒരു കോഴ്സിലൂടെ. ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ SBI ക്ലർക്കിന്റെ എക്സാം പ്രിലിംസ് വരുന്നത് സെപ്റ്റംബർ ആണ്, നമുക്ക് ടൈം ഉണ്ട്. മെയിൻസ് വരുന്നത് നവംബർ ആണ്. ഓക്കെ, അപ്പൊ ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് പഠിച്ചു പോവുക. സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതനുസരിച്ച് പഠിച്ചു പോവുക. ഉറപ്പായിട്ടും പഠിക്കുന്നവർക്ക്, ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക്, കമ്പയർ ടു ഹാർഡ് വർക്ക് ചെയ്യണം വിത്ത് സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. ഇനി ആർക്കൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഈ ഒരു എക്സാമിന് ആർക്കൊക്കെ പ്രിപ്പയർ ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് ഡിഗ്രി പാസ് ഔട്ട് ആയി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ. നിങ്ങൾ നേരെ പോയി എക്സാം പ്രിപ്പയർ ചെയ്ത് എക്സാം സീരിയസ്ലി നോക്കാത്ത, സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാതെ വെറുതെ പോയി എഴുതുന്നവരുടെ കമന്റ്സും അവരുടെ അഭിപ്രായങ്ങളും നോക്കാണ്ട് എക്സാം റിസൾട്ട് കിട്ടിയവരുടെ ഒരു 1 ഇയറിനുള്ളിലൊക്കെ എക്സാം ക്ലിയർ ചെയ്തവർക്ക് മാത്രം ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്ത്, എങ്ങനെയാണ് അവർ ക്രാക്ക് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എപ്പോഴും. അല്ലാതെ ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ 70 പേര് വെറുതെ ജസ്റ്റ് അപ്ലൈ ചെയ്തു, ജസ്റ്റ് എഴുതി, ജസ്റ്റ് പ്രിപ്പയർ ചെയ്തു എന്നുള്ള രീതിയിലുള്ളവർ കാണും. അവരെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത്. നമ്മുടെ കഴിവ് നമ്മളിലാണ്, മറ്റുള്ളവരിലല്ല എന്ന് എപ്പോഴും വിശ്വസിക്കുക. അപ്പൊ നമ്മുടെ കഴിവാണ് നോക്കേണ്ടത്. രണ്ടുപേർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല നമ്മൾ കേൾക്കേണ്ടത്. ആർക്ക് കിട്ടി അങ്ങനെ എനിക്കും കിട്ടണം, ആ ഒരു രീതിയിലായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഒരു ഡിഗ്രി പഠിച്ചിറങ്ങുന്ന ഒരു ടൈമാണ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഇത്രയും വേക്കൻസീസ് ഉള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ബാങ്കിന്റെ സീസൺ വരുവാണ്, ബാങ്കിന്റെ എറ വരാൻ പോവുകയാണ്. കാര്യം ബാങ്ക് ഇപ്പൊ കുറച്ചൊന്ന് ഡിമായി നിൽക്കുന്ന, കുറച്ച് വേക്കൻസീസിന്റെ കൗണ്ട് കുറഞ്ഞപ്പോ ഒന്ന് എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ മടി പിടിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വേക്കൻസീസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈം ആണ് ഇപ്പൊ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം ആണ്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റിസൾട്ട് നോക്കുക. പ്രിപ്പയർ ചെയ്യാൻ ഫ്രഷേഴ്സിനും അവസരമുണ്ട്. കാരണം ഈ ഒരു ടൈം, ഓഗസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് നമ്മുടെ SSCയുടെയോ റെയിൽവേയുടെ അത്രയും സിലബസ് ഇല്ല. കാരണം മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ബാങ്ക് എക്സാം പോകേണ്ടത്. പിന്നെ ബാങ്കിങ് അവയർനെസ്സേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ ഒരുപാട് പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ടൈം കുറച്ച് മതി കമ്പയർ ടു SSC റെയിൽവേ. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, ബൈ.